ആർജസ്റ്റ് ഈസൽ എന്നാണ് വേൾഡ് റെക്കോർഡ്. നേരത്തെ ജർമ്മനിലൊരു ആർട്ടിസ്റ്റ് അത് ചെയ്തിരുന്നു. ഈ എടാകൂടം എനിക്ക് തോന്നുന്നത് ഭാരതത്തിന്റെ അല്ലേ? അതെ അതെ, ചൈനയാണ്. ചൈനക്കാരാണല്ലോ നമ്മളെ ഈ വുഡൻ ഹൗസ് ഒക്കെ കൂടുതൽ അവർ വന്നാണ്. പത്മനാഭം പാലസും അവരാണ് കുറച്ച് ഭാഗങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. ശരി, അവരുടെയാണ്. ഉണ്ട്, പക്ഷേ ഇന്ത്യയിൽ അതിന് വലിയ ഹോപ്പൊന്നുമില്ല. ജസ്റ്റ് റെക്കോർഡ് എടുത്ത് കൊണ്ട് നടക്കാമെന്നല്ലാതെ ഫിനാൻഷ്യലി സപ്പോർട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. ആക്ച്വലി ഞാൻ സിനിമ പഠിക്കാൻ പോയതാണ്. മതിലുകൾ കണ്ടിട്ട് അടൂറെ പോലെ ഒരു ഫിൽം മേക്കർ ആവണമെന്നാണ്. നിഴൽക്കുത്തിൽ അസിസ്റ്റന്റ് ആയിട്ടാണ് പോയത് സാറിന്റെ. ഡയറക്ഷനിൽ ഇപ്പൊ ട്രെൻഡൊക്കെ മാറിയില്ല. ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞ അവരുടെ സൗകര്യം പോലെയൊക്കെ ഫിൽം മേക്കിംഗ്. മലേഷ്യയിൽ എൻ്റെ പെയിന്റിങ്സിനായിട്ട് ഒരു ഗാലറി ഉണ്ട്. നമസ്കാരം. കേരള കോളിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്തിയിരിക്കുകയാണ്. നമുക്ക് ഓരോരോ വ്യക്തികൾ, വിശേഷങ്ങൾ, കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ യാത്ര ചോർന്നുകൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ ഇടയ്ക്കൊന്ന് വഴിവിട്ട് നമ്മൾ ഇങ്ങോട്ട് കുറച്ച് തമിഴ്നാടിൻ്റെ ഭാഗത്തേക്ക് വന്നു. കാരണം ഇവിടെ നമ്മൾ മലയാളികൾക്ക് അറിയപ്പെടുന്ന അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ഒരു ചിത്രകാരനുണ്ട്, മാർത്താണ്ഡം രാജശേഖരൻ. അപ്പോൾ വളരെ പ്രശസ്തനായ ചിത്രകാരൻ എന്നുള്ളതിന് മാത്രമല്ല, 1-2 വേൾഡ് റെക്കോർഡുകൾ അദ്ദേഹത്തിൻ്റെ പേരിൽ സ്വന്തമായിട്ടുണ്ട്. സിനിമയിൽ പ്രവർത്തിച്ച് സ്റ്റേറ്റ് അവാർഡുകൾ ഉൾപ്പെടെ നിരവധി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് കലാസംവിധായകൻ എന്ന നിലയിൽ. അപ്പോൾ അദ്ദേഹത്തിനെ കാണാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ചേട്ടാ നമസ്കാരം. എൻ്റെ കേരള കോളിംഗ് എന്ന് പറയുന്നതിൻ്റെ യാത്ര കേരളത്തെ കളിക്കവിള മുതൽ വടക്കോട്ട് ഇങ്ങനെ കാസർഗോട്ടേക്കുള്ളൊരു യാത്രയാണ്. അപ്പോൾ അവിടെ ഞാൻ എൻ്റെ മുന്നിൽ കാണുന്ന, എനിക്ക് കാണാൻ എത്തിപ്പെടാൻ പറ്റുന്ന വ്യക്തികളുമായിട്ടുള്ള ആ സംവാദം അല്ലെങ്കിൽ ഒരു സംസർഗം, അതിലൂടെ ആ നാടിനെക്കുറിച്ചും ആ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്നും അറിയാം. ഇതൊക്കെയാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത്. ഈ ആദ്യം വേൾഡ് റെക്കോർഡിനെ കുറിച്ച് പറയാം. 2 വേൾഡ് റെക്കോർഡുള്ള ഒന്ന് EMSൻ്റെ ഒരു ചിത്രം. അത് ഏത് മാധ്യമത്തിലാണ് വരച്ചിരിക്കുന്നത്? അത് ക്യാൻവാസിന് ഫ്ലെക്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. പഴയ ഫ്ലെക്സ് തിരിച്ച് അത് ക്യാൻവാസ് ആക്കി. ആർജസ്റ്റ് ഈസൽ എന്നാണ് വേൾഡ് റെക്കോർഡ്. നേരത്തെ ജർമ്മനിലൊരു ആർട്ടിസ്റ്റ് അത് ചെയ്തിരുന്നു. ഇത് 22 അടി പൊക്കമുള്ള ഈസലായിരുന്നു. ഞാനിത് 56 അടി 5 നില കെട്ടിടത്തിന്റെ പൊക്കമുള്ള ഈസൽ. എവിടെ സൂക്ഷിച്ചിട്ടുണ്ട്? ഇപ്പൊ ഇല്ല. അത് കീപ്പ് ചെയ്യാൻ വലിയ പാടാണ്. വലിയ പെയിന്റിംഗ് ആണ്. നശിച്ചു. പിന്നെ ഉള്ളത് നമ്മുടെ ഒരു സൃഷ്ടിയാണ്. അത് പിന്നെ ഏടാകൂടം എന്ന് പറയും. ഏടാകൂടം എന്ന് പറയുമ്പോൾ എല്ലാവരും റൂബിക്സ് ക്യൂബിന്റെ മുമ്പുള്ളതാണ്. ഇതുപോലത്തെ ഈ വുഡൻ ഹൗസ് ഉള്ള വീടുകളിലൊക്കെ പണ്ടുണ്ടായിരുന്നു. കണക്കിന്റെ കളിയാണ്. 6 പീസ് ഉണ്ടാവും. അത് കറക്റ്റായിട്ട് യോജിപ്പിക്കാൻ വലിയ പാടാണ്. എനിക്ക് അസംബിൾ ചെയ്താൽ പിന്നെ പിരിക്കാനും പാട്. അതിനൊരു ആപ്പുണ്ട്, അത് കണ്ടുപിടിച്ചാൽ ഈസി. അത് സാധാരണ 3-3.5 ഇഞ്ച് വലിപ്പം ഉണ്ടാവും. ഒരു ചൊല്ലില് വല്ലാത്തൊരു ഏടാകൂടം ആയാലോ എന്ന് പറയാം. ശരിക്കുള്ള ഏടാകൂടം എന്ന് പറയുന്നതുകൊണ്ട് ഒരു സാധനം അത് 3 ഇഞ്ച് വലിപ്പം ഉണ്ടാവുള്ളൂ. സാധാരണ നമ്മൾ കയ്യിൽ വെച്ച് കളിക്കുന്നതാണ്. ഞാൻ ചെയ്തത് 24 അടി പൊക്കമുള്ള കട്ടയാണ്. 2 അടി കനമുണ്ട്. ഇതും ബ്രേക്കിംഗ് റെക്കോർഡാണ്. സ്വിറ്റ്സർലാൻഡിൽ 18 അടി പൊക്കത്തിൽ ചെയ്തിരുന്നു ഒരു ബാച്ച്. അപ്പൊ ഞാനത് ബ്രേക്ക് ചെയ്ത് 24 അടി. ഇങ്ങനെയുള്ള ആശയങ്ങളിൽ അങ്ങനെ ഒരു ചിന്തയിലേക്ക് വരുന്നത് എപ്പോഴാണ്? ഞാൻ BSc മാത്തമാറ്റിക്സ് ആണ്. കൊച്ചിലെ കണക്കുമായിട്ട് വലിയ കമ്പാണ്. അങ്ങനെ ഗിന്നസിന്റെ സൈറ്റിൽ തന്നെ ആ 18 അടിയുള്ള ഏടാകൂടം കണ്ടു. ഡെവിൾസ് നോട്ട് എന്നാണ് ഇംഗ്ലീഷില്. ഈ ഏടാകൂടം എനിക്ക് തോന്നുന്നത് ഭാരതത്തിന്റെ അല്ലേ? അതെ അതെ, ചൈനയാണ്. ചൈനക്കാരാണല്ലോ നമ്മളെ ഈ വുഡൻ ഹൗസ് ഒക്കെ കൂടുതൽ അവർ വന്നാണ്. പത്മനാഭം പാലസും അവരാണ് കുറച്ച് ഭാഗങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. ശരി, അവരുടെയാണ് തടി എന്നുള്ള. അവര് ഇപ്പൊ ഞാൻ 6 പീസ് 3 പീസ് തൊട്ടേ ഉണ്ട്. അതിന്റെ മൾട്ടിപ്പിൾസ് 3, 6, 8, 16, 24 അങ്ങനെ വലിയ അവര് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ആ ഒരു അത്തരത്തിലുള്ള ഇനിയൊരു പ്രൊഡക്റ്റ് ചെയ്തേക്കാം, അല്ലെങ്കിൽ ഇങ്ങനൊരു സൃഷ്ടി ഉണ്ടാക്കിയേക്കാം എന്നൊരു ആശയം വരുന്നു. പിന്നെ അതിൻ്റെ വേണ്ടിയുള്ള ഇനിയും ചിന്തകളുണ്ട്. പക്ഷേ ഇന്ത്യയിൽ അതിന് വലിയ ഹോപ്പൊന്നുമില്ല. ജസ്റ്റ് റെക്കോർഡ് എടുത്ത് കൊണ്ട് നടക്കാമെന്നല്ലാതെ ഫിനാൻഷ്യലി സപ്പോർട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. ഒരു 2-3 എണ്ണത്തിന്റെ ടൈറ്റിൽ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഫിനാൻസിന്റെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ചിത്രരചന റിയലിസ്റ്റിക് പെയിന്റിങ്ങിന്റെ ആണ് പ്രധാനം അല്ലേ? പോർട്രേറ്റുകൾ അധികം ഓർഡർ അനുസരിച്ച് ചെയ്യണം. അത് നമ്മുടെ ഒരു മനസ്സിൽ തോന്നുന്നത് ചെയ്യും.
മറ്റു വർക്കുകളും ചെയ്യും. അപ്പൊ ഇതാണ് അത് ശരിക്കും ഒരു വരുമാന മാർഗമാണ്. വരുമാന മാർഗമെന്ന് പറയാനില്ല. ഇപ്പൊ ഇന്ത്യയിൽ പോർട്രേറ്റിന് വലിയ ഡിമാൻഡ് ഒന്നും ഇല്ല. ഈ പ്രിന്റൊക്കെ ഉള്ളതുകൊണ്ട് ആളുകള് വളരെ കുറച്ച് 15,000 25,000 എന്നൊക്കെ വരും. അതൊന്നും ഞാൻ ചെയ്യാറില്ല. പുറത്തൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ സിനിമകൾ ചെയ്തു. ഗോപാലകൃഷ്ണൻ സാറിൻ്റെ ഒക്കെ കൂടെ കലാ സംവിധായകനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഉള്ളിലൊരു ചിത്രകാരനും പിന്നെ ഈ കണക്കിൻ്റെ മാന്ത്രികതയും ഒക്കെ അറിയാവുന്നതുകൊണ്ട് കലാ സംവിധാനം ഇത് രണ്ടിൻ്റെ കൂടെ ഒരു ബ്ലെൻഡാണല്ലോ. അവിടെ അതുകൊണ്ട് ശോഭിക്കാൻ പറ്റി. ആക്ച്വലി ഞാൻ സിനിമ പഠിക്കാൻ പോയതാണ്. മുതലുകൾ കണ്ടിട്ട് അടൂറെ പോലെ ഒരു ഫിൽം മേക്കർ ആവണമെന്നാണ്. നിഴൽക്കുത്തിൽ അസിസ്റ്റന്റ് ആയിട്ടാണ് പോയത് സാറിന്റെ. അത് ശരി. അപ്പോൾ അതിൽ ഒരുപാട് സെറ്റ് പ്രോപ്പർട്ടീസ് ഒക്കെ കളക്ട് ചെയ്ത് കൊടുത്തതുകൊണ്ട് സാറിന് വലിയ ഇഷ്ടമായി. അപ്പോൾ അത് തൊട്ടുള്ള അടുത്ത 2 ഡോക്യുമെൻ്ററിയിൽ ആർട്ട് ഡയറക്ടറായി. പിന്നെ ചെയ്ത 4 പെണ്ണുങ്ങൾ, പിന്നെ ഉള്ള സിനിമകളിലൊക്കെ ആർട്ട് ഡയറക്ടറായി. അപ്പോൾ അതിൽ 4 പെണ്ണുങ്ങളിലാണ് സ്റ്റേറ്റ് അവാർഡ്. അപ്പോൾ സിനിമ പിന്നെ അതിൻ്റെ ഒരു തുടർച്ച അല്ലെങ്കിൽ മറ്റ് സംവിധായകരുടെ അടുത്തേക്ക് പോവുക എന്നങ്ങനൊരു അതിന് വലിയ താല്പര്യമില്ലായിരുന്നു. എന്നാലും 1-2 ഡയറക്ടേഴ്സിന്റെ പടം ചെയ്തിട്ടുണ്ടല്ലേ. സനൽകുമാർ ശശിധരൻ സാറിന്റെ വഴക്കെന്ന സിനിമയിൽ KR മനോജിന്റെ കന്യഹ ടാക്കീസ് ചെയ്തു. സജിൻ ബാബുയുടെ അയാൾ ശശി, അങ്ങനെ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊരു നമ്മുടെ ഒരു മേഖലയാണെന്ന് ഇപ്പോഴും ഇല്ല. അതിൽ വലിയ താല്പര്യമില്ല. പക്ഷേ പിന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ ഡയറക്ഷനിൽ ഇപ്പൊ ട്രെൻഡൊക്കെ മാറിയില്ല. ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞ അവരുടെ സൗകര്യം പോലെയൊക്കെ ഫിൽം മേക്കിംഗ്. അതുകൊണ്ട് നമ്മൾ പഠിച്ച അടൂർ സാറിന്റെ ക്രാഫ്റ്റും അതൊക്കെയാണ് നമ്മളെ മനസ്സിലുള്ളത്. അതുമായിട്ട് ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതിൻ്റെ ഒരു സമയം കഴിഞ്ഞ പോലുള്ള രീതിയിലാണ്. അപ്പോൾ ചിത്രരചനയെ സംബന്ധിച്ചിടത്തോളം സമയം കഴിയില്ല, എന്നും കാലികമായിട്ട് നിൽക്കും. അതെ, വരുമാനം വന്നില്ലെങ്കിലും മനസ്സിന് ഇഷ്ടപ്പെട്ട പടങ്ങളൊക്കെ വരയ്ക്കുകയാണ്. എപ്പോഴും എൻഗേജ്ഡ് ആണ്. ഇപ്പൊ ചിത്രരചനയായിട്ടല്ലേ? ഇപ്പൊ ശരിക്കും പറയാൻ താമസിക്കുന്നത് തമിഴ്നാട്ടിലാണ്. അതെ, ഇത് നേരത്തെ കേരളത്തിന്റെ ഭാഗമാണ്. തമിഴ്നാട്ടിന്റെ ലാസ്റ്റ് പഞ്ചായത്താണ്. ഇത് കഴിഞ്ഞ അടുത്ത പാറശാലയാണ്. അപ്പൊ ഇവിടുത്തെ ഒരു താമസവും ജീവിതവും സാമൂഹ്യ ചുറ്റുപാടും ഒക്കെ ഇത് ഞാൻ ജനിച്ചു വളർന്നതൊക്കെ ഇവിടെയാണ്. ഇത് 300 വർഷം വരുമെന്നാണ് പറയുന്നത്. അതിന്റെ ഒരു തായ് പുരയാണല്ലേ? ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറ്റാച്ച് ചെയ്താണ്. അതെ, നേരത്തെ ഇവിടെ വീടുകൾ ഉണ്ടായിരുന്നു ചുറ്റും. ഞാൻ ഓരോന്നായിട്ട് ഇടിച്ച് എന്റെ വെറുതേക്ക്. ഇപ്പൊ കുടുംബം, മക്കള് 2 പെൺമക്കള്. വൈഫ് മരിച്ചു 10 വർഷമായി. മൂത്തയാളെ അയച്ചു, ബിടെക് പഠിച്ചു. 2ാമത്തെ ആള് ആർക്കിടെക്ചറാണ്. ഇപ്പൊ ഫിനിഷ് ചെയ്തു, മദ്രാസിലാണ്. ശരി. അപ്പൊ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒറ്റയ്ക്കാണ്? ഞാൻ ഒറ്റയ്ക്കാണ്. കുറെ ചിത്രങ്ങളും ചായങ്ങളും ഒക്കെ ആയിട്ട് ഒറ്റയ്ക്കാണ്. മറ്റേ ഡിസൈനിങ് ഒക്കെ ചെയ്യാറുണ്ടോ? ഡിസൈനിങ് വേണ്ടപ്പെട്ടവർക്ക് മാത്രമാണ്. ഫ്ലെക്സിന്റെ പ്രിന്റ് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഡിസൈനേഴ്സ് ഉണ്ട്. പ്രത്യേകിച്ച് ഒരു ഡിസൈനിങ്ങിന് ആളുകൾ തയ്യാറാവുന്നില്ല. ചിലര് നമ്മളെ തേടി വരുന്ന ചില ആളുകളുണ്ട്. അവരായിട്ട് കലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, പ്രത്യേകിച്ചും ചിത്രരചന രംഗത്ത് ഇപ്പോൾ രാജാരവിവർമ്മയുടെ പാരമ്പര്യമുള്ള ഒരു നാടാണ് നമ്മുടേത്. ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന മാറ്റങ്ങൾ ആശാവഹമാണോ ആശങ്കാവഹമാണോ? എല്ലാം ഡിജിറ്റലി അല്ലേ പെയിന്റ് ചെയ്യുന്നത്. ഡിജിറ്റലി പെയിന്റ് ചെയ്ത് ഡിജിറ്റലി പ്രിന്റ് എടുക്കുകയാണ്. ക്യാൻവാസ് പോലും പ്രിന്റ് ചെയ്യുകയാണ്. സയൻസിന്റെ ഒക്കെ വളർച്ചയല്ലേ, അത് അംഗീകരിക്കുകയാണ്. പക്ഷെ ഒരു സ്കെച്ചിങ്ങും മാനുവലായിട്ടൊരു സെൻസ് ഉണ്ടെങ്കിലേ അതിലൊക്കെ പിടിച്ച് നിൽക്കാൻ പറ്റും. എന്ത് തന്നെ കമ്പ്യൂട്ടർ ഡിപ്പെൻഡ് ചെയ്താലും ബേസിക്കായിട്ട് നമുക്ക് ഒരു മാനുവൽ സ്കെച്ച് വേണം. അതുള്ളവർക്ക് കുഴപ്പമില്ല. ഇപ്പോൾ ഈ ഒറ്റയ്ക്ക് കഴിയുന്നതുകൊണ്ടാണ് ചോദിക്കുന്നത്. നമ്മുടെ ഈ ചിത്രങ്ങൾ അല്ലെങ്കിൽ ചായങ്ങളാണ് നമുക്ക് കൂട്ട്. അതിനപ്പുറത്തേക്കൊരു വേറൊരു ലോകത്തെക്കുറിച്ച് ചേട്ടൻ ചിന്തിക്കുന്നുണ്ട്? എക്സിബിഷനുകൾ ചെയ്തിരുന്നു. ഇപ്പോൾ ഈ കോവിഡ് കഴിഞ്ഞിട്ട് ഒരു ഫ്ലോ വന്നില്ല. വേൾഡ് ഫുൾ അങ്ങനെയാണ്. ലണ്ടനിൽ ഒരു 7-8 തവണ പോയിട്ടുണ്ട്. ഇംഗ്ലണ്ടിൽ 4-5 ഭാഗത്ത് എക്സിബിഷൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ കളക്ഷൻസും ഉണ്ട് അവിടെ. മലേഷ്യയിൽ എൻ്റെ പെയിൻറ്റിങ്സിനായിട്ട് ഒരു ഗാലറി ഉണ്ട്. ഇപ്പോൾ കുറച്ച് ഡള്ളാണ്, അങ്ങനെ ന്യൂട്രലിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇനി എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെയിന്റിങ് തന്നെ. സിനിമ എന്ന് പറയുന്ന ലോകത്തേക്ക് അധികം അങ്ങനെ താല്പര്യപ്പെടുന്നില്ല. സംവിധാനമായാലും എനർജറ്റിക് ആയിട്ടുള്ള ചെറുപ്പക്കാരല്ലേ വേണ്ട. ഫിൽം മേക്കേഴ്സും അങ്ങനെ ആയതുകൊണ്ട്
അപ്പോൾ കലാസംവിധാനവും അല്ലെങ്കിൽ സംവിധാനവും ആ സിനിമ എന്ന് പറയുന്ന ഒരു പോർഷൻ നമ്മൾ മാറ്റി വയ്ക്കുന്നു. ചിത്രരചനയുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ അതിൻ്റെ ഒരു ചൂടിലും ചൂരിലും ഒരാവശ്യത്തിലും മുന്നോട്ട് പോകുന്നല്ലേ. ശരിക്കും നമ്മുടെ നാട്ടിൽ അല്ല ഇത് നാട് തന്നെയാണെന്ന് പറയുമ്പോൾ പോലും കേരളത്തിൽ ഉള്ള ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ? അതെ, അടുത്താണ്. നമ്മുടെ സ്റ്റേറ്റ് ക്യാപിറ്റൽ അടുത്തായതുകൊണ്ട് 30 കിലോമീറ്ററിൽ തിരുവനന്തപുരം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കേരളത്തിലാണ്. പിന്നെ വൈഫും കേരളത്തിലാണ്, മലയാളിയാണ്, മക്കളും മലയാളികളാണ്. തമിഴ്നാടാണെങ്കിലും നമ്മൾ തിരുവനന്തപുരം അടുത്തായതുകൊണ്ട് എല്ലാം അങ്ങോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ മക്കൾ ഒരാൾ വിവാഹം കഴിഞ്ഞ് ഒരാൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ചുറ്റുപാടിൽ ഇങ്ങനെയുള്ള ഒരു ഇവിടെ സൗഹൃദങ്ങൾ ഒത്തുകൂടൽ ഇവിടെ കുറവാണ്. അടുത്ത് മാർത്താണ്ഡം 6 കിലോമീറ്റർ ഉണ്ട്. എന്നും അവിടെ പോകും, കുറച്ചു നേരം ആളെടുത്ത് സംസാരിച്ച് തിരിച്ചു വരും. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സമൂഹത്തിൻ്റെ ഒരു പോക്കിനെ കാണുന്നത്? പുതിയ തലമുറയിൽപ്പെട്ട എൻ്റെ മക്കൾ ഉൾപ്പെടെയുള്ളവരുടെ ഒരു തലമുറയിൽപ്പെട്ട സമൂഹത്തിൻ്റെ രാത്രി ജീവിതം ആസ്വദിക്കുന്ന ഒരു കൂട്ടം കൂടി വരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതം, കലയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു. കലാകാരനാവണമെങ്കിൽ വേറെ ചില യോഗ്യതകൾ വേണമെന്ന് ശഠിക്കുന്നു. ഈ ഒരു കാലത്തെക്കുറിച്ച് എന്ത് പറയുന്നു? അത് എല്ലാം ഉള്ളതാണ്. നമ്മുടെ വീടുകളിലും നമ്മളെ 20 വയസ്സ് പ്രായത്തൊക്കെ നമ്മളെ അച്ഛനൊന്നും ഇഷ്ടപ്പെടുന്ന രീതിയിലല്ലല്ലോ. അതുപോലെ അത് ജനറേഷൻ. അപ്പോൾ അതിനോട് അതിനെ പൊരുത്തപ്പെടുക എന്നുള്ളതാണ്. അതെ അതെ. ഇപ്പോൾ ശരിക്കും എൻ്റെ ഈ യാത്ര എന്ന് പറഞ്ഞാൽ ഇതുപോലെ ചേട്ടനെ പോലെ അല്ലെങ്കിൽ പല മേഖലകളിൽ നിന്നുള്ള വ്യക്തികൾ, ചില സംഭവങ്ങൾ, ചില പ്രസ്ഥാനങ്ങൾ, അതിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവരുടെ കാര്യങ്ങളൊന്ന് അറിഞ്ഞറിഞ്ഞ് പോകുക എന്നുള്ള ഒരു ചിന്തയാണ്. അപ്പോൾ അങ്ങനെ ഞാനിവിടെ എത്തി. ചേട്ടനെക്കുറിച്ച് അറിഞ്ഞാലും ഇത്ര നേരം സംസാരിക്കാൻ കഴിഞ്ഞാലും സന്തോഷമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടുന്ന അനുഗ്രഹ ആശംസകൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ കാണാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ സമൂഹത്തിന് പല കാര്യങ്ങളും ചെയ്തു. ഇപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. ഒരു കുക്ക്, അദ്ദേഹം പാചകം ചെയ്യുന്നത് അയാളുടെ ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും അയാൾ പാചകം ചെയ്യുന്ന ഭക്ഷണം കഴിക്കുന്നത് മറ്റുള്ളവരാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അയാൾ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. ഒരു ചിത്രകാരൻ വരയ്ക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മസംതൃപ്തിക്ക് വേണ്ടി, ആത്മാവിഷ്കാരത്തിന് വേണ്ടിയൊക്കെ ആണെങ്കിൽ പോലും ആ ചിത്രങ്ങൾ കണ്ട് ആസ്വദിക്കുന്നത് മറ്റു പലരുമാണ്. അപ്പോൾ എങ്ങനെയായാലും നമ്മൾ എപ്പോഴും സമൂഹത്തോട് ചേർന്ന് നിൽക്കുന്നു. നമ്മൾ ചെയ്യുന്ന മറ്റു കാര്യം, ഇപ്പോൾ ഞാൻ എൻ്റെ കേരള യാത്ര നടത്തുന്നത് എനിക്ക് വേണ്ടിയാണെന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. ഇത് കാണുന്ന നിങ്ങൾക്ക് കൂടെ വേണ്ടിയാണ്. അപ്പോൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടാണ് അവരുടെ പ്രവൃത്തികൾ ഇരിക്കുന്നത്. ഈ പാചകം ചെയ്യുന്ന കുക്ക് നാളെ ഒരു സാധനം വാങ്ങിക്കുന്നത് വേറൊരാൾ ഉണ്ടാക്കുന്നതായിരിക്കും. ആ കണക്ഷൻ ഇല്ലാതെ സമൂഹമില്ല. അതുകൊണ്ട് നിങ്ങളില്ലാതെ കേരള കോളിംഗ് ഇല്ല. നിങ്ങൾ കാണണം, ഞാൻ പ്രോത്സാഹിപ്പിക്കണം, ഒപ്പം ഉണ്ടാകണം. നമ്മൾ നാളെ കാണാം.